ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, 2 ദിവസമൊക്കെ എടുത്ത വീഡിയോസാണ്. അപ്പോൾ ഒരു വ്ളോഗാണെന്ന് പറയാം. അപ്പോൾ ഇതിൽ ഞാനിപ്പം ഒരു ദിവസം രാത്രി എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇളനീർ ജ്യൂസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 6 ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മഴയാണ്, മഴയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണിത്. അപ്പോൾ അങ്ങനെ ഒരു 6 ഒഴിച്ച് ബാക്കി ജ്യൂസ് നമ്മൾ കുടിക്കുകയും ചെയ്തു. അങ്ങനെ ഐസൊക്കെ റെഡിയാക്കി ഫ്രീസറിൽ വെച്ചു. പിറ്റേ ദിവസം രാവിലെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം പഴം ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, പഴക്കൊല ഉണ്ടായിരുന്നു. അപ്പോൾ പുട്ടും പഴമാക്കാമെന്ന് വിചാരിച്ചു. പുട്ടായതുകൊണ്ട് വേഗം തന്നെ പണിയും കഴിഞ്ഞു, പിന്നെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മോന് മദ്രസയിലോട്ടേക്ക് പോയി. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഐസ് എടുത്ത് കഴിക്കുകയാണ്. കുറച്ച് സമയം വെള്ളത്തിലൊക്കെ വെച്ച് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചതിലേക്ക് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മോനെ ഒന്ന് പ്രാങ്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മോൻ എന്തായാലും മദ്രസ വിട്ട് വരുമ്പോൾ നല്ല പോലെ വേർത്ത് അങ്ങനെ ക്ഷീണിച്ചിട്ടൊക്കെ വരും. അപ്പോൾ എന്തെങ്കിലും കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അവൻ എടുക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ ഞങ്ങൾ സെറ്റൊക്കെ ചെയ്ത് അവൻ വന്നപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ പുറത്ത് വന്നിരുന്ന് എടുപ്പിക്കുകയാണ്. അങ്ങനെ എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തത്, പക്ഷേ പ്രാങ്കാന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ഞങ്ങൾ കുറച്ച് സമയമായിട്ടുള്ളൂ വെച്ചിട്ട്, അപ്പോൾ കറക്റ്റ് സെറ്റായിട്ടൊന്നുമില്ല. ആ കോലിങ്ങോട്ട് ഊരി വന്നു. അപ്പോഴവന് മനസ്സിലായിട്ടൊന്നുമില്ല കേട്ടോ, കാരണം അതൊരു വൈറ്റ് കളറായിട്ട് തന്നെ ഉള്ളത്. കാരണം നമ്മൾ വെള്ളത്തിൽ കുറച്ച് സമയം വെച്ചെടുത്തോണ്ട് അതിൻ്റെ കുറച്ച് ജ്യൂസ് അങ്ങനെ അലിഞ്ഞിട്ട് അതിലുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു അതൊരു വൈറ്റ് ആയിട്ട് തന്നെയുള്ളൂ. അപ്പോൾ അവനോട് പറഞ്ഞു ജസ്റ്റ് അവനെക്കൊണ്ട് അത് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്പൂണുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് കഴിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു പീസൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ മുഖത്തൊരു എക്സ്പ്രഷനും ഇല്ല. അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. പറയടാ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഒരു കാര്യം പറയട്ടെ, ഇത് പ്രാങ്കാ. അങ്ങനെ പ്രാങ്ക് ചെയ്യാൻ നമ്മൾ തന്നെ പ്രാങ്കായ പോലെ. അവനൊരു എക്സ്പ്രഷനും ഇല്ല, ഒന്നുമില്ല. അവൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഇരിക്കുമായിരുന്നു. ഇതൊന്നും വീഡിയോ ഇടരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പ്രാങ്കാന്നുള്ള ആ ഒരു എഫക്റ്റ് സത്യത്തിൽ അവന് കിട്ടിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് മല്ലി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ടുണ്ട്. ഇനി വെയിലത്ത് കൊണ്ടുപോയി ഒന്ന് വെക്കണം. പിന്നെ ഇത് വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പം ഞങ്ങൾ ഹസ്ബൻഡ് സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. മോന് മദ്രസ കുറച്ച് ദിവസം ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് പോവാമെന്ന്. അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ നേരെ അംബികയിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടെ എത്തി. ചോറും അടിപൊളി സാമ്പാർ, ഞാൻ സാമ്പാറാണ് കഴിക്കാറ്. മീൻകറി പച്ചക്കറി ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സൈഡായിട്ട് കുറേ വെറൈറ്റീസും ഉണ്ട്, ഉപ്പേരിയും പിന്നെ മുളക് പൊടിച്ചത് തേങ്ങൻ്റെ ചെമ്മീൻ മുളകൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കാറുണ്ടത്. പിന്നെ ഇതിൻ്റെ കൂടെ ശരിക്കും ഫിഷ് ഫ്രൈ ഒന്നും വേണ്ട, അത്രയ്ക്കും ഐറ്റംസൊക്കെ ഉണ്ട്. അത് തിന്നാൽ തന്നെ നമുക്ക് വരം അറിയും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ വിളിക്കാണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ എത്താനായപ്പോൾ ജസ്റ്റ് വിളിച്ച് നോക്കി അവരവിടെ ഉണ്ടാവുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് അവിടെ അടുത്ത്. അപ്പോൾ അത് അവിടെ പോയി തിരിച്ചു വരാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും അവരവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളാണെന്ന് അറിയില്ല. അപ്പോൾ അവരിങ്ങനെ ഫോണിൽ പറയാണ് ആരോ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാമെന്ന്. അങ്ങനെ ഡോറ് തുറന്ന് വന്നപ്പോൾ ഞങ്ങളെയാണ് കണ്ടത്. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചായക്ക് നാത്തൂൻ്റെ മോള് ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കുകയാണ്. എന്താണ് മണാലി സ്റ്റൈൽ ന്യൂഡിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്പെഷ്യൽ റെസിപ്പിയാണ്. അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റെസിപ്പി ജസ്റ്റ് ഒന്ന് കാണാം. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അപ്പോഴേക്കും മഗ്‌രിബൊക്കെ ആയി, മഗ്‌രിബ് നിസ്കരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചു. ഷവായ ആണ്, പത്തിരി ഉണ്ട്, കുബൂസ് ഉണ്ട്.